ഇന്നലെ ബിഗ് ബോസിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അങ്ങനെ ഇരുന്ന് കാണുന്ന ഒരാളല്ല, ഇടയ്ക്കൊക്കെ യൂട്യൂബ് വഴിയൊക്കെ അല്ലെങ്കിൽ ഈ ക്ലിപ്സ് ഒക്കെ വരുന്ന കാണും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തവണ ഒന്ന് നോക്കിയേക്കാം എന്നോർത്താണ് ബിഗ് ബോസ് സീസൺ 7 കാണാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അങ്ങനെ പരിപാടി തുടങ്ങി. മൊത്തത്തിൽ ലാലേട്ടൻ്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. നല്ലൊരു കോസ്റ്റ്യൂം. ലാലേട്ടൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ ആ വീടിൻ്റെ അകത്തിരിക്കുന്നു. പിന്നെ ബാക്കി ആ ബിഗ് ബോസ് ഹൗസ് ഫുള്ള് പുള്ളി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു കംപ്ലീറ്റ്ലി. അതായിരുന്നു ഇന്നലെ മെയിൻ. കുറേ എന്താ പറയുക, ഭയങ്കര ആഡംബരം, ഭീകരമായ സെറ്റപ്പ്, അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ മുക്കിലും മൂലയിലും അത് സ്പോൺസർ ചെയ്തേക്കുന്നവരുടെ പരസ്യം അവിടെ ഇവിടെ എല്ലാമായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ കണ്ടസ്റ്റൻസിനെ ഒക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 20 പേര് വന്നു. 20 പേര് വന്നതിൻ്റെ അകത്ത് ആകെ കുറച്ച് പേരെ മാത്രമേ പരിചയമുള്ളൂ, വളരെ കുറച്ച് പേര് മാത്രമേ പരിചയമുള്ളൂ. അങ്ങനെ ഓരോരുത്തർ വന്നു, അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് ഒക്കെ ചെയ്തു. സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പുതിയ ക്രിയേറ്റീവ് പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ടി വിയിൽ ഒരു പരിപാടി ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിഞ്ഞു നീണ്ടുപോയൊരു പരിപാടി വേറെ ഇല്ലായിരുന്നു. ഭയങ്കര ശോകമായിരുന്നു. ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിവ് തോന്നി. കാരണം ഒരു മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലിനെ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തിക്കുന്നത്? എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും നടത്തിക്കുന്നത്? അദ്ദേഹത്തിന് അവിടെ ഒരു സീറ്റും എടുത്ത് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുത്തിയാൽ പോരാ, അദ്ദേഹത്തിൻ്റെ അടുത്ത് വരണം. അത്രയും പ്രതിഭയായിട്ടുള്ള ഒരു മോഹൻലാലിനെ ഇത്രയും നടത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ഒരു ഇൻട്രോ ഒരു മനുഷ്യൻ അതിലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നമുക്കത് കാണുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട്. ഓരോ തവണ ഇങ്ങനെ അദ്ദേഹം നടന്ന് വരുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അദ്ദേഹം അവിടെ ഇരുന്നാൽ മതി, കണ്ടസ്റ്റൻസ് വരട്ടെ, കണ്ടസ്റ്റൻസ് വന്നിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, ബാക്കി ലാലേട്ടൻ അവിടെ ഇരുന്ന് സംസാരിക്കട്ടെ. അങ്ങനെ വേണമായിരുന്നു ചെയ്യാനായിട്ട്. ഇത് ഒത്തിരി തവണ ഇട്ട് നടത്തി നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ പരിപാടി വലിഞ്ഞ് പോകും. ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, പിന്നെ കുറച്ച് പേര് പരിചയമുള്ളവർ, അങ്ങനെ അപ്പാനി രവി, രേണു സുധി, പിന്നെ ആരാ പരിചയമുള്ളൂ, പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്. പിന്നെ ഒരു RJ ബിൻസി വന്നിട്ടുണ്ട്. പിന്നെ ആരാ, അങ്ങനെ കുറച്ച് പേരുണ്ട്. 20 പേര് വന്നതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വളരെ ചുരുക്കം പേരെ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇരുന്ന് കാണുവാണെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വരും. കാണുവാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയും. പക്ഷേ ആ 20 പേര് വന്നതിൻ്റെ അകത്ത് ഒരിച്ചിരി തുടക്കത്തിൽ അനീഷ് എന്ന് പറയുന്നൊരു പാർട്ടി വന്നു. പുള്ളിക്കാരൻ ഒരു ഭയങ്കര ഭീകരമായ തന്തവൈമാന്ന് തോന്നുന്നു. അവിടെ എല്ലാത്തിനോടും ആട്ടം പുച്ചും പുള്ളിയുടെ അടുത്തേക്ക് എല്ലാവരും വരണം എന്നുള്ള രീതിയിലാണ്. പിന്നെ ബാക്കി വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടാസ്ക് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാനുള്ള പരിപാടി. ഇത് എങ്ങനെയാണല്ലോ മൊത്തം ടാസ്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിക്കുക, പിന്നെ ഇണക്കുക, അങ്ങനെ ഒരു വൻ പരിപാടികളാണല്ലോ. അപ്പം എന്തായാലും ഇത്രയും നേരം ഇരുന്ന് കടിച്ചു പിടിച്ചിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു. അപ്പം എന്നോട് ചോദിക്കും, നീ ഇന്ന് കാണണ്ടടാ, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ടാന്ന്. പക്ഷേ ഇതെന്നാന്ന് അറിയണ്ടേ, അങ്ങനെ കണ്ടതാണ്. എന്തായാലും സീസൺ 7-ൻ്റെ അതിനെ 7-ൻ്റെ അകത്ത് ലാലേട്ടനെ അത്രയ്ക്ക് നടത്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ കൊണ്ട് തന്നെ കുറേ തവണ ഈ സ്പോൺസർ ചെയ്തേക്കുന്നവരുടെ പേര് വിവരങ്ങൾ പറയുന്നത്? 1-2 തവണ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി അവിടെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ. വെറുതെ ഇത് കുറേ നേരമായിട്ട് പറയിക്കുന്നു. ഒരു മലയാളത്തിൻ്റെ മഹാനടനെ കൈ കിട്ടിയെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊണ്ട് ഇത് തന്നെ പറയിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഇത്രയും നടത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് കോസ്റ്റ്യൂമൊക്കെ മാറി പുള്ളി വരുന്നുണ്ട്. പക്ഷെ എന്തായാലും സംഗതി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി ദിവസങ്ങൾ എന്നാന്നറിയാം, കുറേ തല്ലും പിടുത്തമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കും.